നമസ്കാരം, എല്ലാവർക്കും തൂലികയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇത് യാദൃച്ഛികമല്ല, പ്രപഞ്ചം നിങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് പ്രപഞ്ചം നമ്മൾക്ക് നൽകുന്ന ചില സൂചനകളുണ്ട്. ആ സൂചനകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങൾക്കിടയിലും എല്ലാം ശരിയാകുമെന്ന ശക്തമായൊരു തോന്നൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ അതൊരിക്കലും തള്ളിക്കളയരുത്. പ്രപഞ്ചം നിങ്ങളിലേക്ക് ഐശ്വര്യവും സമ്പത്തും എത്തിക്കുന്നതിന് മുൻപുള്ള സൂചനകളാണത്. ഇനി ഞാൻ പറയുവാൻ പോകുന്ന സൂചനകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ സമയം തെളിയാൻ പോകുകയാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറാൻ പോകുകയാണ്. ഇതിൽ ഒന്നാമത്തെ ലക്ഷണം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒന്ന്. ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കുവാൻ തോന്നുന്നത് ഈശ്വരാധീനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഈ സമയത്താണ് പ്രപഞ്ചത്തിന്റെ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതലായിരിക്കുന്നത്. വലിയ വിജയങ്ങൾ നേടാൻ പോകുന്നവരുടെ മനസ്സിനെ പ്രകൃതി തന്നെ ഈ സമയത്ത് ഉണർത്തും. കാരണം വിജയിക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ്. ഇത് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കാം. ലക്ഷണം 2, അനാവശ്യ കാര്യങ്ങളോടുള്ള താല്പര്യക്കുറവ്. പണ്ടൊക്കെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കേൾക്കാനോ താല്പര്യമുണ്ടായിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദേഷ്യമോ വെറുപ്പോ തോന്നുന്നുണ്ടോ? അത്തരം സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇത് ചെറിയൊരു മാറ്റമല്ല, നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുന്നതിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ മനസ്സ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പാകപ്പെടുകയാണ്. നിങ്ങൾ വിജയത്തിന്റെ തൊട്ടടുത്തെത്തി എന്നതിന്റെ സൂചനയാണ്. ഇനി നമുക്ക് അടുത്ത ലക്ഷണത്തിലേക്ക് പോകാം. ലക്ഷണം 3, കുടുംബത്തിലെ സമാധാനവും സന്തോഷവും. നിങ്ങളുടെ വീട്ടിൽ സമാധാനത്തിന്റെ അന്തരീക്ഷം വരുന്നുണ്ടോ? ചെറിയ കാര്യങ്ങൾക്ക് കലഹിച്ചിരുന്നവർ ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. എങ്കിൽ ഉറപ്പിച്ചോളൂ, ഐശ്വര്യം നിങ്ങളുടെ പടിവാതിക്കൽ എത്തിയിട്ടുണ്ട്. നെഗറ്റീവ് എനർജി ഉള്ളിടത്ത് പണം നിൽക്കില്ല. അതുകൊണ്ട് വീട് ശാന്തമാകുന്നത് വലിയൊരു സാമ്പത്തിക വളർച്ചയുടെ മുന്നോടിയാണ്. ലക്ഷണം 4, കണ്ണാടിയിലും സ്വപ്നങ്ങളിലും കാണുന്ന സൂചനകൾ. സ്വപ്നങ്ങൾക്ക് നമ്മുടെ ഭാവിയുമായി വലിയ ബന്ധമുണ്ട്. ചാണക്യ നീതിയിലും ജ്യോതിഷത്തിലും പറയുന്നത് അനുസരിച്ച് ചില പ്രത്യേക സ്വപ്നങ്ങൾ ധനലാഭത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് സ്വപ്നത്തിൽ പാമ്പിനെ കാണുന്നത്, ധാന്യങ്ങൾ കാണുന്നത്, താമരപ്പൂവ്, വെള്ളം അല്ലെങ്കിൽ ആന ഇവയൊക്കെ കാണുന്നത് ശുഭസൂചനയാണ്. ഇതുകൂടാതെ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് പ്രത്യേകമായ തിളക്കം കാണുന്നുണ്ടോ? ആത്മവിശ്വാസം വർദ്ധിച്ചതുപോലെ തോന്നുന്നുണ്ടോ? മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഐശ്വര്യം നിറയുമ്പോൾ അത് നിങ്ങളുടെ മുഖത്ത് ഒരു തേജസ്സായി പ്രകടമാവും. മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ എന്ന് പറയുന്നത് നിസ്സാരമായി കാണരുത്. നിങ്ങൾ വലിയൊരു വിജയത്തിലേക്ക് നടക്കുകയാണ്. ലക്ഷണം 5, അപ്രതീക്ഷിതമായ സഹായങ്ങൾ. നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് തീർത്തും അപ്രതീക്ഷിതമായി ആരെങ്കിലും വന്ന് സഹായിക്കുന്നുണ്ടോ? അത് ചിലപ്പോൾ പണമായിട്ടാവാം, അല്ലെങ്കിൽ ഉപദേശമായിട്ടാവാം, അതുമല്ലെങ്കിൽ ഒരു പുതിയ അവസരമായിട്ടുമാവാം. ചാണക്യൻ പറയുന്നത് ദൈവം നേരിട്ട് വന്ന് ആരെയും സഹായിക്കില്ല, മറിച്ച് മനുഷ്യരിലൂടെയാണ് സഹായം എത്തിക്കുന്നത് എന്നാണ്. നിങ്ങൾക്ക് ചുറ്റും നല്ല മനുഷ്യർ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏത് കാര്യവും വിജയിക്കാൻ പോകുന്നു എന്നാണ് ഇതിന്റെ സൂചന. ലക്ഷണം 6, ദാനധർമ്മം ചെയ്യാനുള്ള തോന്നൽ. കയ്യിൽ പണം ഇല്ലെങ്കിൽ പോലും ദാനം ചെയ്യാനുള്ള തോന്നൽ. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ മനസ്സലിയുന്നുണ്ടോ? മനസ്സിൽ വിഷമം തോന്നാറുണ്ടോ? ചാണക്യൻ പറയുന്നത് ദാനം ചെയ്യുന്ന കൈകളിലേക്ക് മാത്രമേ വീണ്ടും സമ്പത്ത് വരികയുള്ളൂ എന്നാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രപഞ്ചം നിങ്ങൾക്ക് തരാൻ തയ്യാറെടുത്തു എന്നാണ്. ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നാണ്.
ഈ പറഞ്ഞ സൂചനകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ ഐശ്വര്യം നിങ്ങളിലേക്ക് വരാൻ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി.